അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ജിയോമെട്രിക്കൽ ഐസോമെറിസം ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു എലമെൻറ്റ് തന്നിട്ടുണ്ട് PT_NH3 twice Cl2 എന്നുള്ളത് ഒരു എലമെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സിസ് ഐസോമെറിസം, ട്രാൻസ് ഐസോമെറിസം. ഇവിടെ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ ജിയോമെട്രിക്കൽ ഐസോമെറിസം. ഒന്ന് സിസും ഒന്ന് ട്രാൻസും. ഏത് പ്ലാറ്റിനത്തിൻ്റെ കൂടെ സെൻട്രൽ മെറ്റലിൻ്റെ കൂടെ കൗണ്ടർ അയോണും ലിഗാൻഡും ആയിട്ട് ടോട്ടൽ 4 എണ്ണമാണെങ്കിലാണ് ഈ സിസും ട്രാൻസും ഐസോമെറിസം വരുന്നത്. ഇപ്പോൾ നോക്കാം. സിസ് എങ്ങനെയാണ്? ഒരേ എലമെൻറ്റ് എന്ത് ചെയ്യും? ഒരേ സൈഡിൽ വരും. അപ്പോൾ അവിടെ നോക്കുമ്പോൾ NH3 ഒരേ സൈഡിലാണ്, അതുപോലെ CL എന്താണ് ഒരേ സൈഡിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഐസോമെറിസത്തിനാണ് നമ്മൾ സിസ് ഐസോമെറിസം എന്ന് വിളിക്കുക. അപ്പോൾ ട്രാൻസ് എന്താണ്? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഒരേ എലമെൻറ്റ് ഓപ്പോസിറ്റ് സൈഡ്സിൽ വരും. ഒരേ എലമെൻറ്റ് ഓപ്പോസിറ്റ് സൈഡ്സ് വരും. അപ്പോൾ ഇവിടെ NH3 എന്താണ് ഓപ്പോസിറ്റ് സൈഡിലാണ്, അതുപോലെ CL എന്താണ് ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോൾ ഇതാണ് സിസ് ഐസോമെറിസം, ട്രാൻസ് ഐസോമെറിസം. ഇങ്ങനെ 4 കോമ്പൗണ്ട് സെൻട്രൽ മെറ്റാലിൻ്റെ കൂടെ ലിഗാൻഡും കൗണ്ടർ അയോണായിട്ട് 4 എണ്ണം വരികയാണെങ്കിൽ ഇപ്പോൾ സിസും ട്രാൻസും കാണാം. ഇനി നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത് 6 എണ്ണം വരുമ്പോൾ എങ്ങനെ വരുന്നതാണ്. അപ്പോൾ അതിനൊരു കോമ്പൗണ്ട് ഉണ്ട് CONH3 thrice Cl3. അപ്പോൾ അവിടെ ലിഗാൻഡും കൗണ്ടർ അയോണായിട്ട് ടോട്ടൽ 6 എണ്ണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ 6 എണ്ണം വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഐസോമെറിസം ഫേഷ്യലാവും, അതുപോലെ മെറിഡിയനിലാവും. അപ്പോൾ ഫേഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരേ എലമെൻറ്റ്സൊക്കെ ഏകദേശം ഒരേ സൈഡിൽ വരും. ഒരേ എലമെൻറ്റ്സ് എന്ത് ചെയ്യും? ഒരേ സൈഡിൽ വരും. അപ്പോൾ ഫേഷ്യൽ നോക്ക്, ഇവിടെ നോക്ക്, ഈ NH3 എന്നുള്ളത് എന്താണ് ഒരേ സൈഡിലാണ്, അതുപോലെ ഇവിടെ ഈ CL എന്നുള്ളത് എന്താണ് ഒരേ സൈഡിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഐസോമെറിസത്തിനെ നമ്മൾ ഫേഷ്യൽ ഐസോമെറിസം എന്ന് വിളിക്കും. അപ്പോൾ ഇനി ഇവിടെ നോക്കണം, മെറിഡിയനിൽ എന്താണ് ഇങ്ങനെയാണ്, അതായത് ഒന്ന് ഒരു സൈഡിലും ബാക്കി 2 എണ്ണം എന്താണ് ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഐസോമെറിസത്തിനെ, ജിയോമെട്രിക്കൽ ഐസോമെറിസത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ഫേഷ്യൽ എന്ന് വിളിക്കും, മെറിഡിയൻ എന്ന് വിളിക്കും. ഒരേ എലമെൻറ്റ് ഒരേ സൈഡിൽ വരികയാണെങ്കിൽ അത് ഫേഷ്യൽ, ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരികയാണെങ്കിൽ മെറിഡിയനൽ. ഏത് ടോട്ടൽ 6 എണ്ണം വരുമ്പോൾ, ലിഗാൻഡും കൗണ്ടർ അയോണായിട്ട് 6 എണ്ണം വരുമ്പോഴാണ് ഈ അറേഞ്ച്മെൻറ്റ് വരുന്നത്. ഇനിയിപ്പോൾ 4 എണ്ണമാണെങ്കിൽ എങ്ങനെയാണ്? ഇതുപോലെ വരും. 2 എണ്ണമാണെങ്കിൽ 2 എണ്ണം ഒരു സൈഡിലും 2 എണ്ണം ഓപ്പോസിറ്റ് സൈഡിലും, ഇങ്ങനെ അതുപോലെ ഇങ്ങനെ വരും.